ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയുന്നത് അറബിക് രാഗം, അതായത് അറേബ്യൻ രാഗമായി പറയപ്പെടുന്ന സിന്ധു ഭൈരവി എന്ന രാഗത്തെപ്പറ്റി. ഇത് ഇസ്ലാമിക പ്രാർത്ഥനാ ഗാനങ്ങളുടെയും പാട്ടുകളുടെയും ഒക്കെ ട്യൂണാണ്, അല്ലെങ്കിൽ ഈണമാണ് ഈ രാഗത്തിനുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ അറബിക് രാഗം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ രാഗത്തിൽ ത്രിമൂർത്തികളാരും തന്നെ ത്യാഗരാജഗുരു, ശ്യാമശാസ്ത്രികൾ, മുത്തുസ്വാമി ദീക്ഷിതർ തുടങ്ങിയ ആരും തന്നെ കീർത്തനങ്ങളോ ഗാനങ്ങളോ ഒന്നും രചിച്ചിട്ടില്ല. അതിനുശേഷം വന്ന ഒരു രാഗമാണിത്. അവർക്ക് ശേഷം പുരന്ദരദാസർ, കർണാടക സംഗീതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പുരന്ദരദാസർ മുതലാണ് ഈ രാഗത്തിൽ കീർത്തനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മോഡേൺ രാഗമായും പറയപ്പെടുന്നു. ഒരുപാട് നൂറ്റാണ്ട് പഴക്കമൊന്നും ഉള്ള രാഗമല്ല ഇത്, പുതിയ രാഗമാണ്. ഇനി ഈ രാഗം, സിന്ധു ഭൈരവി എന്ന് പറയുന്ന ഈ രാഗം, ഇത് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിന് കാരണം ഇത് ഹൈന്ദവ പ്രാർത്ഥന ഭക്തി ഗാനങ്ങളിൽ ഈ രാഗത്തിൽ ഒരുപാട് കീർത്തനങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിച്ച് പറയുന്നത്. ഈ രാഗത്തിലെ ചില പ്രധാന കീർത്തനങ്ങളും പാട്ടുകളുമൊക്കെ ഏതാണെന്ന് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ആദ്യം ഈ രാഗത്തിലുള്ള ഒരു കീർത്തനം, അത് പുരന്ദരദാസരാണ് എഴുതിയിരിക്കുന്നത്. ആ കീർത്തനം ഇങ്ങനെയാണ്: വെങ്കടാചല നിലയം വൈകുണ്ഠപുരവാസം പങ്കജനേത്രം പരമപവിത്രം ശംഖചക്രാധര ചിന്മയരൂപം വെങ്കടാചല നിലയം വൈകുണ്ഠപുരവാസം. പുരന്ദരദാസരുടെ ഈ കീർത്തനം വളരെ പ്രശസ്തമാണ്. ഈ രാഗത്തിന് തുല്യമായി പറയപ്പെടുന്നത് ത്യാഗരാജ ഗുരുസ്വാമികൾ ആദ്യമായി രചിച്ച 13ാമത്തെ വയസ്സിൽ രചിച്ച ദേശീയത്തോടി എന്ന് പറയുന്ന രാഗത്തിലുള്ള ഒരു കീർത്തനം. അത് ഇങ്ങനെയാണ്: നമോ നമോ രാഘവായ നിശം നമോ നമോ രാഘവായ നിശം. ഇതാണ് സിന്ധു ഭൈരവിക്ക് തുല്യമായി പറയപ്പെടുന്ന ഒരു കീർത്തനം. പക്ഷേ ഈ രാഗത്തിൽ നിന്ന്, അതായത് ദേശീയത്തോടി എന്ന് പറയുന്ന രാഗത്തിൽ നിന്ന് ഇൻസ്പയറായിട്ടൊന്നുമല്ല സിന്ധു ഭൈരവി എന്ന് പറയുന്ന രാഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ രാഗം കടന്നു വന്നിരിക്കുന്നത്. ഇനി ഈ രാഗത്തിലുള്ള ചില സിനിമാ പാട്ടുകളും ഭക്തിഗാനങ്ങളും ഒക്കെ നമുക്ക് പറയാം. അതിലൊന്ന് ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ഗാനം, അത് നമ്മുടെ രവീന്ദ്രൻ മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ച 6-ാം തമ്പുരാനിലെ ഹരിമുരളീരവം എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹന ഗാനം ഹരിമുരളീരവം. ഈ ഗാനം സിന്ധു ഭൈരവി എന്ന് പറയുന്ന രാഗത്തിലാണ്. ഇനി തമിഴിൽ ശീർക്കാട് ഗോവിന്ദരാജ് പാടിയ ഒരു കീർത്തനമുണ്ട്, ഭക്തിഗാനം. അതിങ്ങനെയാണ്: ചിന്നം ചേരു പെൺ പോലെ സിറ്റാടയുടയുടുത്തി ശിവഗംഗൈക്കുളക്കരികെ ശ്രീദുർഗൈ സിരുത്തിരുപ്പാൾ ചിന്നം ചേരു പെൺ പോലെ. ഇനി മറ്റൊരു സിനിമാ ഗാനം MS ബാബുരാജിൻ്റെയാണ്. അതും വളരെ മനോഹരമായ ഒരു മെലഡിക് സോങ്ങാണ്. പ്രാണസഹി ഞാൻ വേറു
ഗാനലോല വീതികളിൽ വേണുവൂതും മാട്ടിടയൻ. ഈ ഗാനവും സിന്ധു ഭൈരവി രാഗത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന് സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായുജ്യം നിൻ രൂപം. ഈ ഗാനവും സിന്ധു ഭൈരവി രാഗത്തിലാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് ഇളവന്നൂർ മഠത്തിലെ നക്കുയിലേ. ഈ ഗാനവും സിന്ധു ഭൈരവി രാഗത്തിലാണ്. ഇനി ഒരു ഗാനം എന്ന് പറയുന്നത് ഭക്തിഗാനമാണ്. അമ്പലപ്പുഴയിലൻ മനസ്സോടി കളിക്കുന്നു, അമ്പാടിയിൽ ചെന്നാലെന്ന പോലെ. ഈ ഗാനങ്ങളൊക്കെ സിന്ധു ഭൈരവി രാഗത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്തത്. അതായത് അറബിയിൽ നിന്ന് വന്ന അറബിക് രാഗം, ഇസ്ലാമിക് രാഗം ക്ഷേത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നു. ഓക്കെ, നിർത്തുന്നു.